സഹോദരർ തമ്മിലുള്ള പോരാകുമ്പോൾ വീറും വാശിയും കൂടും, ശത്രുത വർദ്ധിക്കും. ഇപ്പോൾ CPM-ഉം CPI-യും തമ്മിൽ കേരളത്തിലുണ്ടായിരിക്കുന്ന സംഘർഷം അല്ലെങ്കിൽ വഴക്ക് അതിൻ്റെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ CPI-യും CPM-ഉം തമ്മിൽ പോരടിക്കുന്നത് ഇല്ലാത്തൊരു സ്ഥാനത്തിന് വേണ്ടിയാണ്. നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം, അങ്ങനൊരു പദവി നിയമസഭയുടെ ചട്ടങ്ങളിലില്ല. ചട്ടങ്ങളിൽ വന്നാലേ അതിനൊരു പ്രസക്തി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു സാധുതയുള്ളൂ. പണ്ട് കാർത്തികേയൻ സ്പീക്കറായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ടിരുന്നത് അന്ന് CPM-ൻ്റെ നിയമസഭാ കക്ഷി ഉപനേതാവായ കോടിയേരി ബാലകൃഷ്ണനിലൂടെയായിരുന്നു. അന്ന് VS പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തോട് അത്ര പെട്ടെന്ന് അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കാർത്തികേയനും കോടിയേരിയും തമ്മിലായിരുന്നു അടുപ്പം, അല്ലെങ്കിൽ നിയമസഭയുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളുമൊക്കെ അവർ തമ്മിലാണ് നടന്നിരുന്നത്. അങ്ങനെ ഒരു ദിവസം കാർത്തികേയൻ കോടിയേരി ബാലകൃഷ്ണനെ പ്രതിപക്ഷ ഉപനേതാവെന്ന് വിശേഷിപ്പിച്ചതേ ഉള്ളൂ. അങ്ങനെ ഒരു സ്ഥാനമില്ല. അതുമാത്രമല്ല, നിയമസഭാ മന്ദിരത്തിൻ്റെ 3ാമത്തെ നിലയിൽ മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന ഒരു ഫ്ലോറുണ്ട്, അതിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരു മുറിയും കൊടുത്തു. അങ്ങനെ ഏതാണ്ട് അതിനൊരു അംഗീകാരം കിട്ടി. പിന്നീട് ഓരോ ഗവൺമെൻറ് മാറി വന്നപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് ഉപനേതാവും ഉണ്ടായി. അങ്ങനെ ഇല്ലാത്തൊരു പദവിക്ക് വേണ്ടിയാണ് ഇപ്പോൾ CPI കിടന്ന് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോട്? CPM-നോട്. CPM പറയുന്നു ആ ചർച്ച ഇനിയില്ല, അങ്ങനെ ഒരു അധ്യായം അവസാനിച്ചു, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങാൻ പോലും ഉദ്ദേശിക്കുന്നില്ല. അപ്പം CPI എന്താ പറയുന്നത്? ബിനോയ് വിശ്വം. ഇതെല്ലാം രാഷ്ട്രീയത്തിലെ പ്രസക്തിയുടെ പ്രശ്നങ്ങളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞത് ഇതിനോട് ഞങ്ങൾ ഏതറ്റം വരെയും പോവും, പദവിയല്ല പ്രശ്നം. ഉപനേതൃസ്ഥാനം എന്ന് പറയുന്നൊരു പദവി ഉണ്ടല്ലോ, അതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. മുന്നണിയാകുമ്പോൾ എല്ലാവർക്കും അവരുടേതായ പങ്ക് കിട്ടണം, അംഗീകാരം കിട്ടണം. പറയുമ്പോൾ ശരിയാ, മനസ്സിലായില്ലേ? പക്ഷെ കൊടുക്കുമോ CPM? കൊടുക്കാതിരിക്കാനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് നമ്മുടെ പിണറായി വിജയനാണ്. ഈ ഉപനേതാവാണ് തൊട്ടടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പദവി അലങ്കരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആൾ, സോക്കോൾഡ് പ്രതിപക്ഷ ഉപനേതാവ്. ഇപ്പോൾ നമ്മുടെ ബാലഗോപാലാണ്. അപ്പോൾ ബാലഗോപാൽ അവിടെ ഇരിക്കുന്നതിനൊരു ഗുണമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിയമസഭയിൽ ഓരോ ഇഷ്യൂസ് വരുമ്പം നമ്മുടെ പിണറായി വിജയനൊന്ന് കുത്തിപ്പോക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തോട് എന്തെങ്കിലും ഒന്ന് പറ, സഭയിൽ എന്തെങ്കിലും ഒന്ന് മിണ്ട്, അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകുന്നത് കണ്ടില്ലേ എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ഉപദേശിക്കാം. അത് രാജനെ അവിടെ ഇരുത്തിയാൽ പറ്റുമോ? CPI-യുടെ നേതാവ് രാജൻ അവിടെ ഉപനേതാവായിട്ട് വന്നിരുന്നാൽ പറ്റുമോ? അതുകൊണ്ടാണ് CPM ഒരു കാരണവശാലും വിട്ടുകൊടുക്കത്തില്ല. അടുത്ത് നമ്മുടെ ബാലഗോപാൽ കൂടി ഇല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു പ്രതിപക്ഷ നേതാവ് എന്താകുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണത് വിട്ടുകൊടുക്കാത്തത്. ഈ CPM-ഉം CPI-യും തമ്മിലുള്ള ഈ ചേരിപ്പോര് അതിന് പണ്ടേ പഴക്കമുള്ളതാണ്. 1964 ഈ പാർട്ടി ഔപചാരികമായിട്ട് പിടരുന്നതിന് മുമ്പേ അതിനകത്ത് 2 or 3 ചിന്താധാരകളുണ്ട്. ആ കൂട്ടത്തിൽ BT രണദിവേ, നമ്മുടെ കൽക്കത്ത തീസിസിൻ്റെ ഉപജ്ഞാതാവാണ്, P സുന്ദരയ്യ, A ബസവപുന്നയ്യ, P രാമമൂർത്തി, ഇവരൊക്കെ എക്സ്ട്രീം ലെഫ്റ്റാണ്, കൊടും ലെഫ്റ്റ്, ഏറ്റവും ഇടതിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആളുകളാണ്. അതേസമയം ഡാങ്കസെറ്റ് വേറെയാണ്. അവരാണ് പാർട്ടിയിൽ BTR-യുടെയും മറ്റും എതിരാളികൾ. നമ്മുടെ EMS എപ്പോഴും നടുവിലാണ് നിൽക്കുക. പിളർപ്പ് അങ്ങോട്ട് ഉറപ്പായതിന് ശേഷമാണ് അദ്ദേഹം ഈ എക്സ്ട്രീം ലെഫ്റ്റിൻ്റെ കൂടെ നിന്നത്. അതുവരെ നടുവിൽ നിൽക്കും, സെൻട്രിസ്റ്റാണ്. ഏകോപനപ്പുറത്താണ്, ഇടതിൻ്റെ കൂടെ. EMS സെൻട്രിസ്റ്റാണ്, നടുവിൽ നിൽക്കും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രീതി. പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങളുടെ പേരിലൊക്കെയാണ് ഈ പാർട്ടി പിളർന്നത്. പാർട്ടി പിളരുമ്പോൾ ഈ BTR-ഉം കൂട്ടരും ചൈന പക്ഷപാതികളാണ്. ഡാങ്കയൊക്കെ സോവിയറ്റ് യൂണിയനുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ, അതിർത്തിയിൽ യുദ്ധമുണ്ടായപ്പോൾ AKG അടക്കമുള്ള ഈ എക്സ്ട്രീം ലെഫ്റ്റ് ചൈനയുടെ കൂടെ നിന്നത്, ചൈനയെ പിന്താങ്ങുക ചെയ്തത്. ഒരു തൊഴിലാളി വർഗാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യം എതിർ രാജ്യത്തെ ആക്രമിക്കരുതെന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചതാണെന്നുള്ള മട്ടിലാണ് അന്ന് ഇവരെ നിലപാടെടുത്തിരുന്നത്. EMS പോലും പറഞ്ഞു ചൈന അവരുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന ഭൂമിയെന്ന്. നമ്മുടെ ഭൂമി കയറിയതാണ്, അവർ കൈയടക്കിയതാണ്. അന്നേരം നമ്മുടെ ഭൂമി പിടിച്ചോണ്ട് പോയതിനെപ്പറ്റി പറഞ്ഞത്
ചൈന അവിടെയൊന്നും ഇന്ത്യയുടേതൊന്നും പറയുന്ന ഭൂമി എന്ന്. എന്തായാലും ഈ വക സൈദ്ധാന്തിക പ്രശ്നങ്ങളൊക്കെ പിളർപ്പിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം CPI നാറ്റിച്ചുകൊണ്ടാണ് മറ്റേ പക്ഷം പാർട്ടി പിളർത്തിക്കൊണ്ട് പോയത്. അവരെന്താ ചെയ്തതെന്നറിയാമോ? നാഷണൽ ആർക്കൈവ്സിൽ നിന്ന് ചില രഹസ്യ രേഖകൾ അവർ കണ്ടെത്തി. എസ് എ ഡാങ്കി, ഈ സോവിയറ്റ് പക്ഷപാതികളായ അല്ലെങ്കിൽ പിന്നീട് CPI ആയിട്ട് നിലനിന്ന ആ ഗ്രൂപ്പിൻ്റെ നേതാവ് എസ് എ ഡാങ്കി മീററ്റ് ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായിരുന്നപ്പോൾ, ജയിലിൽ കിടന്നപ്പോൾ 4-5 കത്തുകൾ എഴുതി ബ്രിട്ടീഷുകാർക്ക്. സവർക്കറുടെ ചില കത്തുകളെക്കുറിച്ചൊക്കെ നമ്മൾ പറയില്ലേ, അതായത് വിട്ടയക്കണം, ദയവായി എന്നെ വിട്ടയച്ചാൽ ഞാൻ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് മേഴ്സി പെറ്റീഷൻ, ദയാഹർജി, എസ് എ ഡാങ്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എഴുതിയ കത്തുകൾ അതവർ പുറത്തു കൊണ്ടുവന്നു. കറണ്ട് എന്ന് പറയുന്നൊരു മാഗസിനിൽ, ഒരു അമേരിക്കൻ പക്ഷപാത മാഗസിനില്ല, അതിലേക്ക് അവർ ചോർത്തി കൊടുത്തു. ഈ എക്സ്ട്രീം ലെഫ്റ്റ്. അത് പുറത്തു വന്നു. അതിനെ തുടർന്നുണ്ടായ വിവാദത്തിൻ്റെ അവസാനമാണ് പാർട്ടി ഔപചാരികമായിട്ട് പിളർന്നത്. ഇതിനിടയ്ക്ക് ഈ എക്സ്ട്രീം ലെഫ്റ്റ് ഒരു കാര്യം കൂടെ ചെയ്തു. ഈ ഡാങ്കെ സെറ്റിനെ അല്ലെങ്കിൽ CPI ആയിട്ട് നിലനിന്ന പാർട്ടിയെ വലത് പാർട്ടി എന്നങ്ങ് വിളിച്ചു. വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നങ്ങ് വിളിച്ച് അതങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്തൊരു നാണക്കേടാന്ന് ആലോചിച്ച് നോക്കി. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വലതുപക്ഷ പാർട്ടി എന്ന് വിളിക്കുന്നതിൽ പരം അപമാനം, നാണംകേട് അവർക്കുണ്ടാകാറില്ല. അത് CPM വളരെ ആസൂത്രിതമായിട്ട് അവരെ വലതുപക്ഷ പാർട്ടിയായിട്ട് അങ്ങ് മാറ്റി. പിന്നെ ഇവർ തമ്മിൽ കണ്ടാൽ മിണ്ടത്തില്ലായിരുന്നു. 67 വീണ്ടും ഒന്നിച്ചത്. സപ്തകക്ഷി മുന്നണിയായിട്ട് അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 133 സീറ്റിൽ 117 സീറ്റ് നേടിക്കൊണ്ട് അവർ അധികാരത്തിൽ വന്നു. പക്ഷേ അത് അങ്ങോട്ട് നീണ്ടു നിന്നില്ല. 69 ആയപ്പോഴേക്കും ആ മുന്നണി ശിഥിലമായി പൊളിഞ്ഞു. EMS ഗവൺമെൻറ്റിന് രാജിവെച്ച് പോകേണ്ട സ്ഥിതി ഉണ്ടായി. അതിനിടയിൽ ഈ CPM-ഉം CPI-യും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, വളരെ വളരെ മോശമായി. നിരന്തരം വന്നോണം വലതുപക്ഷ പാർട്ടി എന്ന് CPI-യെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നു. CPI-യുടെ പ്രധാനപ്പെട്ട നേതാവായ TV തോമസ് കൊണ്ടുവന്ന വ്യവസായ നയം ലൈസൺ കമ്മിറ്റിയൊക്കെ അംഗീകരിച്ചതാണെന്നാണ് പറയുന്നത്. അതിനെ സുന്ദരിയ അടക്കമുള്ളവർ ചേർന്ന് തള്ളിക്കളഞ്ഞു, വലിച്ച് അറബിക്കടലിലെറിഞ്ഞു. അദ്ദേഹത്തെ ഗൂഢാലോചനക്കാരൻ എന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹം ജപ്പാനിൽ പോയിട്ട് വ്യവസായികളുമായിട്ട് സംസാരിച്ചു കേരളത്തിൽ മുതൽ മുടക്കുന്നതിനെക്കുറിച്ച്. അയ്യോ, അത് വലിയ അപരാധമായിപ്പോയി. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ വ്യവസായ മന്ത്രി ജപ്പാനിൽ പോയിട്ട് കുത്തക മുതലാളിമാരുമായിട്ട് സംസാരിക്കാമോ? ഇപ്പോൾ അതിനുശേഷം പിണറായി വിജയനും അതിനു മുമ്പ് നായനാരുമൊക്കെ എത്രയോ വിദേശ നിക്ഷേപകരുമായിട്ട് സംസാരിച്ചിരിക്കുന്നു. മുതൽ മുടക്കാൻ അവരെയൊക്കെ ഇവിടെയൊക്കെ ക്ഷണിച്ചിരിക്കുന്നു. ആരും വന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. CPM-ഉം CPI-യും തമ്മിൽ ഈ 67 മുന്നണിക്കുള്ളിൽ വലിയ പോരാണുണ്ടായത്. ഏറ്റവും അവസാനം CPI-യുടെ നേതൃത്വത്തിൽ RSP, ISP, മുസ്ലിം ലീഗ് 4 കക്ഷികൾ ചേർന്നൊരു കുറുമുന്നണി, മുന്നണിക്കുള്ളിൽ കുറുമുന്നണി. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണല്ലോ കേരളത്തിലുണ്ടായത്. മലബാറിലെ കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കുള്ളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫ്രാക്ഷൻ. അവസാനം കൂട് പൊട്ടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വതന്ത്രമായിട്ട് പുറത്തു വരികയാണ് ചെയ്തത്. അതുപോലെ മുന്നണിക്കുള്ളിൽ കുറുമുന്നണി CPI-യുടെ നേതൃത്വത്തിൽ. ഇതിനിടയ്ക്ക് മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുന്ന കലാപരിപാടികളൊക്കെ CPI നടത്തി. ഏറ്റവും അവസാനം അഴിമതി ആരോപണങ്ങൾ, 2 വിഭാഗവും തമ്മിൽ കനത്ത അഴിമതി ആരോപണം. CPM-ൻ്റെ അടുപ്പക്കാരനായ ബില്ലിംഗിനെതിരായിട്ട് അഴിമതി ആരോപണം വന്നു. അപ്പോൾ MN ഗോവിന്ദൻ നായർ നിയമസഭയിൽ പറഞ്ഞു അദ്ദേഹത്തിനെതിരായിട്ട് അന്വേഷണം നടത്തണമെന്ന്. അന്ന് കിഴക്കൻ ജർമ്മനിയിലെ ചികിത്സയ്ക്ക് EMS വന്നതേ ഉള്ളൂ, തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു നമുക്ക് അന്വേഷിക്കാം. അതിനോടൊപ്പം MN ഗോവിന്ദൻ നായർക്കും TV തോമസിനും ISP നേതാവായിരുന്ന PR കുറുപ്പിനുമെതിരായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തും. പിന്നെ സംഗതി കലാശക്കളിയിലേക്ക് നീങ്ങി. ഈ കുറുമുന്നണി ഗവൺമെൻറ്റിനുള്ള പിന്തുണ പിൻവലിച്ചു. EMS രാജിവെക്കേണ്ടി വന്നു. പക്ഷേ അവിടം കൊണ്ടും CPI നിർത്തിയില്ല കേട്ടോ. CPM ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കളിയാണ് അവർ കയറിയാൻ കളിച്ചത്. അന്ന് രാജ്യസഭാംഗമായിട്ട് ഡൽഹിയിൽ സ്വസ്ഥമായിട്ട് കഴിഞ്ഞുകൂടിയിരുന്ന അച്യുതമേനോനെ രായ്ക്ക് രാമാന അവർ തിരുവനന്തപുരത്ത് എത്തിച്ചു. കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും പിന്തുണയിൽ. കോൺഗ്രസിന് 10 സീറ്റും കേരള കോൺഗ്രസിന് 5 സീറ്റുമാണ്. അവരുടെയും കൂടെ പിന്തുണ വാങ്ങിക്കൊണ്ട് അച്യുതമേനോൻ്റെ നേതൃത്വത്തിലൊരു മന്ത്രിസഭ. അതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല CPM. ഒരു കനത്ത അടിയായിപ്പോയി. ഒടുവിൽ ആ അച്യുതമേനോൻ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം EMS-ഉം AKG-യും പ്രഖ്യാപിച്ചതുപോലെ
വെടിവെപ്പോ അല്ലെങ്കിൽ ലാത്തി ചാർജോ ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല എന്നവർ പറഞ്ഞതാണ്. അതുപോലെയായി. വലിയ ട്രാൻസ്പോർട്ട് സമരം നടന്നു. KSRTC ഉദ്യോഗസ്ഥന്മാർ, KSRTC ജീവനക്കാർ. അതിൻ്റെ ഭാഗമായിട്ടാണ് മട്ടന്നൂരിൽ KSRTC ബസ് രാത്രിയിൽ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് 4 പേരെ വധിച്ചത്. ആര്? CPM. ഇവിടെ ഒരു അടിയന്തരാവസ്ഥ വന്നു. അത് കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് CPIക്ക് കമ്മ്യൂണിസ്റ്റ് ഐക്യം എന്നൊരു രോഗമങ്ങ് ബാധിച്ചു. എങ്ങനെയെങ്കിലും കോൺഗ്രസിൻ്റെ മുന്നണിയിൽ നിന്ന് വിട്ടുപോകണം. 10-12 വർഷമായിട്ട് കോൺഗ്രസ് നൽകുന്ന സ്ഥാനങ്ങളും അധികാര പദവികളും സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുക CPI. 1977 പഞ്ചാബിലെ ഭട്ടിണ്ടയിൽ നടന്ന പാർട്ടി കോൺഗ്രസ്സിൽ ഒരു തീരുമാനമെടുത്തു, CPMമായി സഹകരിക്കുക. അപ്പോൾ EMS പറഞ്ഞു ക്ലീൻ സ്ലേറ്റിൽ തുടങ്ങണമെന്ന്. മനസ്സിലായില്ലേ? കുമ്പിട്ട് വരണമെന്ന്, കാൽപാദങ്ങളിൽ തൊട്ട് വരണമെന്ന്. അവസാനം കയ്യിലുണ്ടായിരുന്ന സ്ലേറ്റ് കഴുകി തുടച്ച് ക്ലീൻ സ്ലേറ്റിലെ സംഗതികൾ ആരംഭിച്ചു. അങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാകുന്നത്. അതിനുശേഷം അവർ തമ്മിലൊക്കെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് കുട്ടനാട്ടിൽ നിന്നുള്ള തോമസ് ചാണ്ടിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIയുടെ മന്ത്രിമാർ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചു. 67 ബഹിഷ്കരിച്ചതാണ്. പിണറായിയുടെ കാലത്തും ബഹിഷ്കരിച്ചു. അവസാനം PMശ്രീയുടെയും മറ്റും കാര്യത്തിൽ വെള്ളം കുടിപ്പിച്ചു CPMനെ. അവർക്കത് തിരുത്തേണ്ടി വന്നു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അതിലെ വൻപൻ പരാജയത്തെ തുടർന്ന് ഓരോരുത്തരുടെയും പ്രസക്തി കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ പുതിയ ഇഷ്യൂസ് ഉയർത്തിക്കൊണ്ടുവരിക. അതിലൊന്നാണ് ഈ ഉപനേതൃസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ CPMൻ്റെ ചിന്ത, അതുപോലെ തന്നെ CPIയുടെ നവയുഗം, അവർ തമ്മിൽ ഇപ്പോൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുക. ചിന്തയിലൊരു ലേഖനം വന്നു. അതായത് 1969-ലെയും 70-ലെയും അച്യുതമേനോൻ ഗവൺമെൻറ് വെറും വലതുപക്ഷ ഗവൺമെൻറ്റായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതവർ സമ്മതിക്കുമോ? ഈ 70-ലെ സർക്കാർ CPMനോട് വല്ലാത്തൊരു ചതിയാണ് ചെയ്തത്. ഗൗരിയമ്മ പാസ്സാക്കി വെച്ചിരുന്ന ഭൂപരിഷ്കരണ നിയമം, അപ്പോഴത്തേക്ക് സർക്കാരങ്ങ് പോയി. കുറുമുന്നണിയൊക്കെ വന്ന് സർക്കാരങ്ങ് പോയി. പിന്നീടൊന്ന് അച്യുതമേനോൻ സർക്കാർ ഗൗരിയമ്മ പാസ്സാക്കി വെച്ചിരുന്ന ഭൂപരിഷ്കരണ നിയമം എടുത്തങ്ങ് നടപ്പാക്കി. ഭൂപരിഷ്കരണം നടപ്പാക്കിയ സർക്കാരെന്ന് പറയുന്ന ഖ്യാതി അവരങ്ങ് കൊണ്ടുപോയി. അപ്പോൾ അതൊരു വലതുപക്ഷ സർക്കാരായിരുന്നു എന്നാണ് ഇപ്പോൾ ചിന്തലേഖനത്തിൽ CPM പറയുന്നത്. അതുമാത്രമല്ല, CPM പറയുന്നത് പിണറായിയുടേതാണ് ഭരണ തുടർച്ച ഉണ്ടായ ഗവൺമെൻറ് എന്നാണ്. പക്ഷേ അന്നും ഭരണ തുടർച്ചയുണ്ട്. 69 കോൺഗ്രസുമായി സഹകരിച്ച് അച്യുതമേനോൻ മുഖ്യമന്ത്രിയാകുന്നു. 70-ലെ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു. 77-ലെ തിരഞ്ഞെടുപ്പിലും ആ മുന്നണിയാണ് ജയിക്കുന്നത്. മുഖ്യമന്ത്രി അത് കാരണക്കാരനാണെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഭരണ തുടർച്ച ഉണ്ടായിക്കഴിഞ്ഞു. പക്ഷേ അത് ഇവർ സമ്മതിക്കത്തില്ല. CPIയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അഭിമാനകരമായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അച്യുതമേനോൻ സർക്കാരിൻ്റെ കാലമാണ്. അവർ ഭൂപരിഷ്കരണം നടപ്പാക്കിയത് മാത്രമല്ല, കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ അച്യുതമേനോൻ സർക്കാരിൻ്റെ കാലത്ത് നടന്നു. അതാ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ അവർ ഓർക്കുന്നത് അച്യുതമേനോൻ്റെ ഭരണകാലമാണ്. പക്ഷേ അവർക്ക് ഏറ്റവും കൂടുതൽ അപമാനമുണ്ടാക്കിയതും ഏതാണ്ട് ആ കാലം തന്നെയാണ്. അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥയെ പിന്താങ്ങേണ്ടി വന്നു CPIക്ക്. അതവർക്ക് വലിയ ഒരു അപമാനമായിപ്പോയി. അപ്പോൾ CPM എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഈ ശവത്തെ കുത്തുക എന്ന് പറയില്ലേ, അതുപോലെ ഉടനെ അടിയന്തരാവസ്ഥയുടെ കാര്യം എടുത്തിടും. ഇപ്പം അങ്ങനെ ഒരു ലേഖനമാണ് വന്നിരിക്കുന്നത്. അപ്പം സത്യൻ മുഖേരി നവയുഗത്തിലെഴുതിയ ലേഖനത്തിൽ ചോദിക്കുക, തമ്മിൽ മത്സരമാണല്ലോ, സൈദ്ധാന്തികമായ മത്സരം. അപ്പോൾ സത്യൻ മുഖേരി ചോദിക്കുന്നത്, ഞങ്ങളെങ്ങനെയാണ് വലതുപക്ഷ സർക്കാരാകുന്നത്? ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയത് ഞങ്ങളല്ലയോ? നിങ്ങളിപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഞങ്ങളെ പരിഹസിക്കുന്നുണ്ട്. ഈ ലേഖനത്തിലും പറയുന്നുണ്ട്, ഈ ചിന്താലേഖനത്തിലും അടിയന്തരാവസ്ഥ കടന്നു വരുന്നുണ്ട്. അതൊരിക്കലും വിട്ടുമാറാത്ത ഒരു കറുത്ത പാടായിട്ട് CPIയുടെ ചരിത്രത്തിൽ കിടക്കുക. അതിന് ബദലായിട്ട് സത്യൻ മുഖേരി ചോദിക്കുന്നത്, നിങ്ങൾ പിണറായിയുടെ സർക്കാരിൻ്റെ കാലത്ത് നക്സലൈറ്റുകളെ വനത്തിൽ വേട്ടയാടിയില്ലേ? എത്ര പേരെയാണ് നിങ്ങൾ വെടിവെച്ച് വന്നത്? ഇത് അടിയന്തരാവസ്ഥയ്ക്ക് സമ്മാനമായിരുന്നില്ലേ? അങ്ങനെ ഇപ്പം മത്സരം അങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുക.
പക്ഷേ ഇതാർക്കും ഒരു പ്രയോജനം ഉണ്ടാകാത്ത ഒരു കാര്യമാണ് കേട്ടോ. പത്രങ്ങളുടെ കുറേ സ്ഥലം ഈ വിഷയം അപകരിക്കും. ചാനലുകളിൽ അവരുടെ കുറേ സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. അല്ലാതെ കേരളത്തിൽ CPIക്കോ CPMനോ കമ്മ്യൂണിസത്തിനോ വിപ്ലവത്തിനോ ഇത് യാതൊരു മാറ്റവും അല്ലെങ്കിൽ പ്രയോജനവും ചെയ്യത്തില്ല. CPI ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ഐക്യം കമ്മ്യൂണിസ്റ്റ് ഐക്യം കമ്മ്യൂണിസ്റ്റ് ഐക്യം എന്ന്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. എങ്ങനെയെങ്കിലും CPI എന്ന് പറയുന്ന മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് CPMൻ്റെ ഒരു നിലപാട്. അല്ലാതെ കൂട്ടത്തിൽ ചേർത്ത് ലയിപ്പിക്കാനൊന്നും അവർക്ക് ഉദ്ദേശമില്ല. അപ്പോൾ അതും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഈ മത്സരം പോര്? അത് CPI ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. CPM വഴങ്ങാൻ പോകുന്നില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സഹോദരർ തമ്മിലുള്ള പോര്, അതിന് വീറും വാശിയും കൂടും, ശത്രുത കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പക്ഷേ പരിഹരിക്കാനും വളരെ എളുപ്പമാണ്. CPIയുടെ കേന്ദ്ര നേതൃത്വം ഗോ ടു യുവർ ക്ലാസസ് എന്ന് പറഞ്ഞാൽ മതി, വിനയ് വിശ്വം അടങ്ങിക്കോളും. അദ്ദേഹം കാത്തിരിക്കുന്നതും അതിനു വേണ്ടിയാണ്. അല്ലാതെ ഇതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.